വെൽക്കം ടു ബൈബിൾ ഇൻസൈറ്റ്സ് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഐ എം ഡോക്ടർ ഗ്ലാഡിസ് മാത്യൂസ് ഫ്രം ബാംഗ്ലൂർ. വിശുദ്ധ ബൈബിൾ ശ്രദ്ധയോടെ വായിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉദിക്കുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ സെഷനിൽ കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പ്രശസ്ത ഹീബ്രു ബൈബിൾ സ്കോളറും വേദ അധ്യാപകനുമായ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ ഇന്നും വേദപുസ്തകാടിസ്ഥാനത്തിൽ തന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ആധികാരികമായി ഉത്തരം പറയുവാൻ നമ്മോട് കൂടെയുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, പ്രേക്ഷകരിൽ നിന്നും വളരെയധികം ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ് ആദ്യമായിട്ട് ചോദിക്കുന്നത്. 1 ശമൂവേൽ 28 അധ്യായത്തിൽ ശമൂവേൽ പ്രവാചകന്റെ മരണശേഷം ഫെലിസ്ത്യർ ഒന്നിച്ചുകൂടി ശൂനേമിൽ പാളയമിറങ്ങിയ ഒരു ഭാഗമാണ്. ശൗൽ ഫെലിസ്ത്യ സൈന്യത്തെ കണ്ട് ഭയപ്പെടുന്നു. തുടർന്ന് ശൗലും തന്റെ ഭൃത്യന്മാരും പ്രശ്നം നോക്കുവാൻ ഒരു വെളിച്ചപ്പാടത്തിയുടെ അടുക്കൽ പോകുന്നതായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 28 അധ്യായം 11 വാക്യത്തിൽ ഞാൻ ആരെ വരുത്തി തരേണ്ടു എന്ന് വെളിച്ചപ്പാടത്തി സ്ത്രീ ചോദിച്ചതിന് ശമൂവേലിനെ വരുത്തി തരണമെന്ന് ശൗൽ പറഞ്ഞു. ചോദ്യം ഇതാണ്: വെളിച്ചപ്പാടത്തി വിളിച്ചാൽ ശമൂവേൽ വരുമോ? വന്നത് ശമൂവേൽ തന്നെ ആണോ? ആരാണ് ഈ പുസ്തകം എഴുതിയത്? നമുക്കങ്ങ് സ്ട്രെയിറ്റ് മറുപടി പറയാമല്ലോ. വന്നത് ശമൂവേലല്ല. ശമൂവേൽ വരാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാരണം, മരിക്കുന്ന വിശുദ്ധന്മാർ അവർക്ക് വേറെ ആരുമായിട്ടും കോണ്ടാക്ട് ഇല്ലാത്ത, ആർക്കും അവരെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയാത്ത വിശുദ്ധന്മാരുടെ പറുദീസയിൽ വിശ്രമിക്കുക. അവിടുന്ന് അവരെ വിളിച്ച് ഇവിടെ കൊണ്ടുവരാൻ ഒരാൾക്കും പറ്റത്തില്ല. ഇനി വിശുദ്ധരല്ലാത്തവരോ അവർ യാതനാ സ്ഥലത്ത് പോയി കിടക്കുക. ഒരു കാരണവശാലും ഇവിടുന്ന് ഒരാൾക്ക് അവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ പറ്റത്തില്ല. ഇത് രണ്ടും നടക്കത്തില്ല. അപ്പം ഇത് വന്നത് ശമൂവേലല്ല. ഇനി നമുക്ക് ഈ സ്പിരിറ്റ് വേൾഡ് എന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. നമ്മൾ ഈ സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി പഠിപ്പിക്കുന്നത് സ്പിരിറ്റ് വേൾഡ്. ഈ സ്പിരിറ്റ് വേൾഡിനകത്ത് ഈ ബറ്റാലിയൻസ് ഓർ കാറ്റഗറീസ് ഓഫ് സ്പിരിറ്റ്സിനെ പറ്റി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ബൈബിൾ അതിനെപ്പറ്റി നമുക്ക് ധാരാളം ഇൻസൈറ്റ്സ് തരുന്നുണ്ട്. വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികൾ, സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനകൾ എന്നൊക്കെ വേർതിരിച്ച് പറഞ്ഞിരിക്കുക. ഒരു കുഞ്ഞ് തൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് ആ കുഞ്ഞിനെ പറ്റിയുള്ള പേർപ്പസസ് സ്വർഗത്തിൽ ഡിസൈഡ് ചെയ്യുന്നതാണ്. ആ ഡിസൈഡ് ചെയ്യുന്ന ദേവസഭയിൽ എൻട്രി ഉള്ള ഒരാളാണ് സാത്താൻ. അപ്പം ഈ കുഞ്ഞ് ഈ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന മുതൽ ഈ കുഞ്ഞിനോടുള്ള ദൈവിക പദ്ധതിയിൽ അറിയാവുന്ന സാത്താൻ അത് നടക്കാതിരിക്കുന്നതിനോട് എല്ലാ പോരുകളും ആ കുഞ്ഞിന്മേൽ വരുത്തും. പക്ഷെ ദൈവത്തിന്റെ ദൂതന്മാര് കുഞ്ഞിനെ സംരക്ഷിക്കുകയും ചെയ്യും. ഇനിയും ഇതിൽ ആരുടെ പദ്ധതി നടക്കണമെന്ന് തീരുമാനിക്കുന്ന ആദ്യം ഈ കുഞ്ഞിന്റെ അമ്മയുടെ അപ്പന്റെയും മനോഭാവവും, അതിനുശേഷം ഫുൾ ഗ്രോത്തിലെത്തിയ ശേഷം ഈ കുഞ്ഞിന്റെ ആറ്റിറ്റ്യൂഡും. നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ എത്സർ ഹാരയാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നെങ്കിൽ ഈ കുഞ്ഞ് വഷളനായും, എസ്സർ തോവാണെങ്കിൽ ഈ കുഞ്ഞ് നല്ലവനായും വരും. സോ ഹൗ മെനി ഡീമൻസ് നോ ഹിം എന്നുള്ളത് ക്വസ്റ്റ്യൻ. അൺനംബേർഡ് ഡീമൻസ് നോ ഹിം. ഇവന്റെ ഇഷ്ടം, ഇവന്റെ താല്പര്യങ്ങൾ, ഇവന്റെ സ്വഭാവങ്ങൾ, ഇവന്റെ സ്വഭാവ വൈകൃതങ്ങൾ, വൈകല്യങ്ങൾ, സ്വഭാവ മഹിമകൾ, അവന്റെ ലോകം, അവനെ അറിയാവുന്നവര്, അവൻ പരിചയപ്പെട്ടത്, ഇത് മുഴുവനും ആർക്കറിയാം?
ദുഷ്ടനറിയാം, പിശാചിനറിയാം. ഈവിൾ സ്പിരിറ്റിലാണ് ഈ വെളിച്ചപ്പാടത്തിൽ പ്രവർത്തിക്കുന്നത്. വെളിച്ചപ്പാടത്തിൽ ജനത്തിന് വിശ്വാസം ഉണ്ടായെങ്കിൽ മാത്രമേ ഈവിൾ സ്പിരിറ്റിന് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം കിട്ടത്തുള്ളൂ. അവൻ വലിയ ആളാകത്തുള്ളൂ, അവൻ്റെ ആൾക്കാർക്ക് വിശ്വാസം വരത്തുള്ളൂ. വെളിച്ചപ്പാടത്തിൽ എന്ന് പറയുന്നു, ചെന്ന് ചോദിക്കുന്നു ആരെ വേണം? ശമൂവേലിനെ വേണം. ഒറ്റ സെക്കൻഡ് ശമൂവേൽ വന്നു കഴിഞ്ഞു. ഏത് ശമൂവേല്? ഏത് ശമൂവേൽ എന്ന് അറിയണമെങ്കിൽ ഡോക്ടർ ഫോസ്റ്റസ് എന്ന പ്രസിദ്ധമായ നാടകമുണ്ട്, ക്രിസ്റ്റഫർ മാർലോയുടെ, 16th സെഞ്ചുറിയിൽ ഷേക്സ്പിയറുടെ കണ്ടംപററി ആയിരുന്നു. ഇയാള് മന്ത്രവാദമെല്ലാം പഠിച്ചിട്ട് ഡെവിളിനോട് ആവശ്യപ്പെടുക, ഗീവ് മീ ഹെലൻ ഓഫ് ട്രോയ്. ഏൻഷ്യന്റ് ഗ്രീസിലെ ഹെലൻ ഓഫ് ട്രോയ് എനിക്ക് ഭാര്യയായിട്ട് വേണമെന്ന് പറയുന്നു. ഐ വാണ്ട് എ വുമൺ. ആരെ വേണത്? മോസ്റ്റ് ബ്യൂട്ടിഫുൾ വുമൺ, ദാറ്റ് ഈസ് ഹെലൻ ഓഫ് ട്രോയ്. സ്പ്ലിറ്റ് സെക്കൻഡിൽ ഹെലൻ ഓഫ് ട്രോയ് എത്തുക. ഒരു പിശാച് മാറി വന്നതാണ്. ഇങ്ങനെ പിശാചുക്കള് വേഷം മാറുമെന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഏത് മനുഷ്യടാ, ഞാൻ നിന്റെ വല്യപ്പച്ചനല്ലോടാ, എന്റെ മുറുക്കാൻ ചെല്ലമെങ്കിൽ എടുത്തേടാ, എന്റെ മുറുക്കാൻ എവിടെ ആയിരിക്കും, എടാ കാട്ടിലിന്റെ സൈഡിലല്ലോടെ വെച്ചിട്ട് ഞാൻ പോയത്. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ അപ്പച്ചനാണ്, അപ്പൂപ്പനാണ്, അമ്മൂമ്മയാണ്. അപ്പോഴത്തേക്ക് അവിടെ വിളക്ക് കത്തിച്ചു, തിരി കത്തിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, മെഴുതിരിയായി, വെച്ചാരാധനയായി, പൂജയായി, കുന്തയെ കുറിച്ച് കുറെ സാത്താൻ ഇരിപ്പ് കിട്ടി. സാത്താൻ ഒരിക്കലും തൻ്റെ പേരിൽ വരാൻ കഴിയത്തില്ല. നമ്മുടെ വാട്സപ്പ് പറഞ്ഞാൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ പേരിൽ വന്നിരിക്കുക, എൻ്റെ പിതാവിനെ അയച്ചു, എൻ്റെ പിതാവിൻ്റെ നാമത്തിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ സാത്താൻ ഒരിക്കലും സ്വന്തം നാമത്തിൽ വരത്തില്ല, അവൻ മറ്റൊരുത്തൻ്റെ നാമത്തിലേ വരത്തുള്ളൂ. കാര്യം അവൻ കവർച്ചക്കാരനാണ്, അവൻ കള്ളനാണ്. ഇവിടെ വന്നിരിക്കുന്നത് ഇറ്റ്സ് നോട്ട് ശാമുവേൽ, there is no doubt about it. That was a demon. Absolutely. ഇനി അതിനെപ്പറ്റി നമുക്ക് ഒരു തർക്കത്തിന്റെ ആവശ്യമില്ല. താങ്ക് യു വെരി മച്ച് സർ. നോ പ്രോബ്ലം. അടുത്ത ചോദ്യം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ സ്മുർണയിലെ സഭയോടുള്ള ഒരു വചനമാണ്. ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലവരെ തടവിൽ ആക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ചോദ്യം ഇതാണ്, ഈ 10 ദിവസത്തെ ഉപദ്രവം എന്നത് എന്താണ്? ഈ 10 ദിവസം ഉപദ്രവം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് അന്വേഷിച്ച വേണ്ട കാര്യമൊന്നുമില്ല. They had imprisonment persecution for 10 days. അധികം താമസിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ വിശ്വാസികൾ ഒരുപാട് പേരെയും സാത്താൻ ശത്രു പിടിച്ച് ജയിലിലടയ്ക്കും. The church is going to face a severe persecution for 10 days. Don't worry about it. നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട, നീ അന്ത്യത്തോളം വിശ്വസ്തനായി നിന്ന് വെച്ചാൽ മതി. അത് മാത്രമാണ് അതിനകത്ത്. ഇതിനെപ്പറ്റി വാട്ട് എക്സാക്ട്ലി ഹാപ്പൻഡ് എന്നുള്ളതിനെ പറ്റി ഇത്രയും മാത്രമേ നമുക്ക് ഹിസ്റ്റോറിക്കൽ റെഫറൻസ് ഉള്ളൂ. ഏതാ നമുക്ക് ഈ വിശ്വസിക്കാൻ കഴിയുന്ന റെഫറൻസ് ഉള്ളൂ. The church underwent severe persecution under the Roman government for 10 days. Most of the believers, ഒരുപാട് വിശ്വാസികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു, ജയിലിൽ അടയ്ക്കപ്പെട്ടു. That's all. 10 ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 10 days. 10 ദിവസം സിവിയർ പെർസിക്യൂഷൻ, അത്രേ ഉള്ളൂ. അല്ല അതിനപ്പുറം ആ 10 ദിവസത്തിനൊക്കെ വേറെ എന്തെങ്കിലും സിംബോളിക് സിഗ്നിഫിക്കൻസ് കൊടുത്തുകൊണ്ട് 10 എന്ന് പറഞ്ഞാൽ ആ ഹീബ്രു ലാംഗ്വേജിൽ അതിന്റെ പിന്നെ ആ 10ന്റെ അർത്ഥം ഇന്നതാണെന്നും എന്നൊക്കെ പറഞ്ഞു കൊണ്ട് ഒരു ആവശ്യമില്ല. അതിന് വേറെ ഒരു സിംബോളിക് സിഗ്നിഫിക്കൻസും മീനിങ്ങും ഇല്ല. അതാ ഞാൻ പറഞ്ഞത്. ലിറ്ററൽ മീനിങ് ആണ്. ലിറ്ററൽ 10 ദിവസം എന്നേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച് സർ. അടുത്ത ചോദ്യം യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യത്തെ ആസ്പദമാക്കിയുള്ള ഒരു ചോദ്യമാണ്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അവരോടുകൂടെ പ്രാതൽ കഴിച്ച ശേഷം ശിമോൻ പത്രോസിനോട് ഇപ്രകാരം പറയുന്നു, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്ക, എന്റെ കുഞ്ഞാടുകളെ പാലിക്ക എന്ന് പറയുന്നു. ചോദ്യം ഇതാണ്,
what are the responsibilities Jesus is expecting here? Is it a commandment to accept, encourage, appreciate, love, and be attentive? യേശുക്രിസ്തുവിടെ ഉദ്ദേശിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ എന്താണ്? അതൊരു കൽപ്പനയാണോ? അതായത് അംഗീകരിക്കുക, ഉത്സാഹിപ്പിക്കുക, അഭിനന്ദിക്കുക, സ്നേഹിക്കുക എന്നതാണോ എന്നാണ് ചോദ്യം. ഇത് നമ്മൾ പലപ്പോഴും വലിയ വലിയ കാര്യങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളും അതിൻ്റെ പ്രാധാന്യവും വിട്ടുപോകും. വലിയ വലിയ കാര്യങ്ങളിൽ നമുക്ക് താല്പര്യം, വളരെ ചെറിയ കാര്യങ്ങൾ നമ്മളുടെ ശ്രദ്ധ വിട്ടുപോകും, അത് ശ്രദ്ധിക്കത്തില്ല. അതൊരു ടു ഗ്രേറ്റ് എക്സ്റ്റെന്റ് ഒരു സീരിയസ് പ്രോബ്ലമാണ്. നമുക്ക് ആദ്യം ഒന്ന് ആ ഭാഗം നമുക്കൊന്ന് ലൊക്കേറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് അതിലെന്തെങ്കിലും ഡിഫറൻസ് ഓഫ് മീനിങ് ഉണ്ടെന്ന് ആദ്യം നമുക്ക് നോക്കേണ്ടത്. കാര്യം അതിനു മുമ്പ് നീ എന്നെ വാസ്തവമായി സ്നേഹിക്കുന്നു എന്ന് 3 പ്രാവശ്യം ചോദിച്ച കാര്യമുണ്ട്. യോഹന്നാന്റെ മകനായ ശിമോനെ, നീ എന്നെ ഇവയാൽ അധികമായി സ്നേഹിക്കുന്നു എന്നുള്ള ഒരു ചോദ്യത്തിന്റെ കോണ്ടെക്സ്റ്റ് ഉണ്ട്. ആ കോണ്ടെക്സ്റ്റിൽ നിന്നാണ് ഇതിന്റെ അർത്ഥവൈവിധ്യങ്ങൾ മുഴുവൻ പോകുന്നത്. ഒരുപാട് ഇന്റർപ്രിട്ടേഷൻസ് പോകുന്ന അവിടെ നിന്നാണ്. അത് ഞാനിപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് 21 അധ്യായത്തിന് 9 വാക്യം മുതലല്ലേ അല്ലേ? അതെ അതെ, 15 തൊട്ടുള്ള വാക്യങ്ങൾ. 15 തൊട്ടുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കിയേക്കാം. Simon, son of Jonas, lovest thou me more than these? He said to them, Yes, Lord, thou knowest that I love thee. He said to them, Feed my lambs. ആദ്യം നീ ലാം എന്ന് പറഞ്ഞ് തോളത്തിട്ടുകൊണ്ട് നടക്കേണ്ട സാധനം. കെട്ടിക്കൊണ്ട് നടക്കാനൊക്കെ ഇതെല്ലാം നടന്നാൽ പുറ വരത്തുമില്ല. അനുസരണം എന്ന് പറഞ്ഞ് ജീവിതത്തിൽ പഠിച്ചിട്ടുമില്ല. ആട്ടുംകുട്ടി ഞാൻ എന്ത് ചെയ്യണം? ഫീഡ് ചെയ്യണം. ഒന്നാമത്തത്, ഫീഡ് മൈ ലാംസ്. 16 വീണ്ടും ചോദിച്ചു പറഞ്ഞു, he said to them, feed my sheep. രണ്ടാം ടെർമിനോളജി മാറി, ഫീഡ് മൈ ഷീപ്പായി. പ്രായമുള്ള ആളാണ്. ഇനി മൂന്നാമത്തത് വീണ്ടും ചോദിച്ചു, ഫീഡ് മൈ ഷീപ്പ്. ഇത്ര നമുക്ക് ഇംഗ്ലീഷ് കിട്ടത്തുള്ളൂ. ഞാനിപ്പം പറഞ്ഞത് കിങ് ജെയിംസ് വേർഷൻ. കിങ് ജെയിംസ് വേർഷൻ പോകുമ്പോൾ നമുക്ക് അത്ര കിട്ടത്തുള്ളൂ. പത്രോസിനെ ഒരു ഇടയനാക്കി മാറ്റുക, സഭയുടെ അധ്യക്ഷനാക്കി മാറ്റുക, ഒരു സീരിയസ് റെസ്പോൺസിബിലിറ്റി കൊടുക്കുക. എല്ലാവർക്കും ഇഷ്ടം ആ ടോപ്പ് പൊസിഷനിലേക്ക് ഡയറക്റ്റ് വരാനാണ്. ഡയറക്റ്റ് ടോപ്പ് പൊസിഷൻ, മാർപ്പാപ്പായിട്ട് ഡയറക്റ്റ് കയറി വരാനാണ്. എന്ത് വേണം? പക്ഷെങ്കിൽ if you are really starting a ministry, progressing towards the leadershipലേക്ക് പ്രോഗ്രസ് ചെയ്യേണ്ട ഒരു മിനിസ്ട്രിയാണ് നീ ആരംഭിക്കുന്നതെങ്കിൽ എവിടെ ആരംഭിക്കണം? at the lowest ever possible ലെവലിൽ ആരംഭിക്കണം. ലോവസ്റ്റ് എവർ പോസിബിൾ ലെവലിൽ ആരംഭിക്കേണ്ടത്. bottom level. That's where you have to start. ഏത് മിനിസ്ട്രിയും ബോട്ടം ലെവലിൽ ആരംഭിച്ച ആൾ മാത്രമേ ഹയസ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ. ഡയറക്റ്റ് കയറി പ്രസിഡന്റ് ആയിട്ട് വന്നവരുണ്ടല്ലോ, ഡയറക്റ്റ് ഹൈ പൊസിഷനിൽ വന്നവരുണ്ടല്ലോ, അവരാരും ക്രിസ്ത്യൻ മിനിസ്ട്രിയിൽ സക്സസ്ഫുൾ ആയിട്ടില്ല. ആരും ക്രിസ്ത്യൻ മിനിസ്ട്രിയിൽ സക്സസ്ഫുൾ ആയിട്ടില്ല. നിർഭാഗ്യവശാൽ പെന്തക്കോസ്ത് വേൾഡിൽ ഒരു പ്രോബ്ലം, അപ്പൻ പാസ്റ്റർ ആയിരിക്കും, പുള്ളി സെൻട്രൽ പാസ്റ്റർ ആയിരിക്കും, മോന് അമേരിക്ക പോയി,
അവിടെ പുള്ളി ഭംഗിയായിട്ട് ജീവിക്കുക. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വയസ്സൻ സെൻട്രൽ പാസ്റ്റ് മിക്കവാറും തട്ടിപ്പോവാറായി. പുള്ളി മോനെ വിളിച്ച് ഒരു പാസ്റ്റർ ഓർഡിനേഷൻ കൊടുക്കും. ഇവൻ ബൈബിൾ സ്കൂളിൽ പഠിക്കപ്പോലും ഒരു സൈക്കിളിൽ പോലും പോയിട്ടില്ല, എൻ്റെ ഒരു കുന്തം അറിയത്തില്ല. എന്നിട്ട് പ്രസ്ഥാനത്തിലെല്ലാം പറഞ്ഞു വെക്കും, എനിക്ക് ശേഷം മോനെ സെൻട്രൽ പാസ്റ്റർ ആക്കണം. കേട്ടോ, ഈ പുള്ളി ഈ അപ്പൻ മരിച്ചപ്പം സെൻട്രൽ പാസ്റ്ററായി. വേറെ ചിലരുണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിരിക്കും, നല്ല ഹൈക്കൂലി മേടിച്ചിട്ടുണ്ട്. റിട്ടയർ ചെയ്യുമ്പോഴത്തേക്ക് അതുകൊണ്ട് സഭയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലിരിക്കുന്ന കടൽ കഴിവന്മാർ കൊടുത്തിട്ട് ഡയറക്ടർ സെൻട്രൽ പാസ്റ്റർ ആയിക്കളെ. ഒരു സഭയും മര്യാദയ്ക്ക് ഒരു നല്ല വിശ്വാസിയായിട്ട് പുള്ളി ഇരുന്നിട്ടില്ല. വേറെ ചിലരുടെ വലിയ അമേരിക്കൻ ബിസിനസ്സുകാരാണ്. ഇതുപോലെ ഒരു കുട്ടിച്ചാക്ക് നിറച്ച് പൈസ കൊണ്ടുവന്ന് ഈ കക്ഷികൾക്കെല്ലാം കൊടുത്തു കഴിഞ്ഞ് ഈ പുള്ളിയെ ഡയറക്റ്റ് വലിയ പാസ്റ്ററാക്കി വെച്ചു. നോ, നിങ്ങൾക്ക് ആ പൊസിഷനാണ് താല്പര്യമെങ്കിൽ ഗുഡ്, നല്ല കാര്യമാണ്. ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും ഉത്തമമായ കാര്യമാണ്. നത്തിങ് റോങ് ഇൻ ഇറ്റ്. ടോപ്പ് ലീഡർഷിപ്പിൽ വരും എന്നുള്ളത് വളരെ അപ്രീഷ്യബിൾ ആയ കാര്യമാണ്. പക്ഷെ എവിടെ തുടങ്ങണം? പത്രോസേ, നീ എന്നെ വാസ്തവമായി സ്നേഹിക്കുന്നെങ്കിൽ ഏറ്റവും താഴെ കടയിൽ പോയിട്ട് ദ ലോവസ്റ്റ് എവർ ജോബ്, നിന്റെ ആ ചേർച്ചിൽ, ആ കൂടിവരവിൽ, ആ കൂട്ടായ്മയിൽ, അല്ലെ ആ സ്ഥലത്ത് ചർച്ച് ബിൽഡിംഗ് ക്ലീൻ ചെയ്യുന്ന തുടങ്ങി, പായിടുന്ന തുടങ്ങി, കസേര തുറയ്ക്കുന്ന തുടങ്ങി, വരുന്ന ആൾക്കാർക്ക് പാർക്കിംഗ് പറഞ്ഞു കൊടുത്തുന്ന തുടങ്ങി, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് ആൾക്കാരെ സ്വീകരിക്കുന്നത് തുടങ്ങി. റൈറ്റ്? ഏറ്റവും ചെറിയ ജോലിയിൽ തുടങ്ങണം. നേരെ വന്ന് ബൈബിൾ ക്ലാസ് പഠിപ്പിക്കരുത്. 2, യു അറ്റൻഡ് മൈ ഷീപ്പ് എന്നാണ്. അറ്റൻഡ് മൈ ഷീപ്പാണ്. എൻ്റെ ഹീബ്രു വരുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് ഡിഫർ ചെയ്യുന്നുണ്ട്. അതായത് എൻ്റെ ആടുകളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ പഠിപ്പിച്ചു കളയരുത്. ആൻഡ് ദ ലാസ്റ്റ് ഈസ് യു ക്യാൻ ഫീഡ് മൈ ഷീപ്പ്. അവിടെ ബൈബിൾ ക്ലാസ് എടുക്കാം, പ്രസംഗിക്കാം, അവരെ ലീഡ് ചെയ്യാം. ഈ 3 സ്റ്റേജിൽ കൂടെ മാത്രമേ ടോപ്പ് ലെവൽ ലീഡർഷിപ്പിലേക്ക് വരാവൂ എന്ന് കർത്താവ് പത്രോസിന് പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ്. പക്ഷെ നമ്മുടെ ലീഡർഷിപ്പ് ട്രെയിനിങ്ങിൽ ഒന്നും ഇതില്ല. ഈ താഴേക്കിടയെന്ന് നീ ബിൽഡപ്പ് ചെയ്തുകൊണ്ട് വരണം, മേളിൽ കയറി ടോപ്പ് ലീഡറായിട്ട് വരരുത് എന്നുള്ളത് നമ്മുടെ ടീച്ചിങ് മാനുവലിൽ ഇല്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ടോപ്പ് ലീഡേഴ്സ് വായിച്ചു കാണത്തില്ല. അവര് വായിച്ചിട്ടുമില്ല, ഈ ആഗ്രഹിക്കുന്ന പുള്ളിയും വായിച്ചിട്ടില്ല. അപ്പൊ എന്ത് ചെയ്തു? പുള്ളി കൈക്കൂലി മേടിച്ച് റിട്ടയർമെന്റ് കിട്ടിയ പൈസ എല്ലാം കൂടെ കൊണ്ട് സഭാസ്ഥാനത്ത് കൊടുത്തു കഴിഞ്ഞ് ഈ പുള്ളിയെ പിടിച്ച് സെൻട്രൽ പാസ്റ്ററാക്കി. അല്ലെ അമേരിക്കയിൽ നിന്ന് കള്ളക്കച്ചവടം ചെയ്ത പൈസ എല്ലാം കൂടെ കൊണ്ടുവന്ന് ഇവിടെ കൊടുത്ത് ഈ പുള്ളിയെ എന്ത് ചെയ്തു? ഒരു സംസ്ഥാനത്തിന് പോലും ചുമതലയും കേൾപ്പിച്ചു. ഒരു ലോക്കൽ ചർച്ചിലെ സെക്രട്ടറി ആയിട്ട് പോലും ഇരുന്നിട്ടില്ല. അത് ചെയ്യരുത്. അതിന്റെ പ്രമാണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യെസ്, that is my answer. It was an amazing answer. ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു വിശദീകരണമായിരുന്നു. താങ്ക് യു വൺസ് അഗൈൻ. നോ പ്രോബ്ലം. അടുത്ത ചോദ്യം ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ദൈവത്തിന്റെ മുൻനിർണയം, പ്രീ ഡെസ്റ്റിനേഷൻ, മുന്നറിവ്, ഫോർ നോളജ്, ഇവയെ പറ്റി ഒരു വിശദീകരണമാണ് ചോദിച്ചിരിക്കുന്നത്. അതേ ചോദ്യത്തിന്റെ ഒരു ഭാഗമായി ഈസ് മാൻ നോട്ട് റെസ്പോൺസിബിൾ ഫോർ ഹിസ് ഫൈനൽ ഡെസ്റ്റിനി എന്നും ചോദിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ വിധിയെ പറ്റി അവൻ ഉത്തരവാദിയാണ്. അതിനൊരു ബൈബിൾ വേഴ്സൂടെ കോട്ട് ചെയ്തിട്ടുണ്ട്. ഡു നോട്ട് ബി ലൈക്ക് കെയിൻ ഹു ബിലോങ് ടു ഈവിൽ വൺ ആൻഡ് മർഡർഡ് ഹിസ് ബ്രദർ. ആൻഡ് വൈ ഡിഡ് ഹി മർഡർ ഹിം? ബിക്കോസ് ഹിസ് ആക്ഷൻസ് വെർ ഈവിൽ ആൻഡ് ഹിസ് ബ്രദേഴ്സ് വെർ റൈച്ചസ്. കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെ അല്ല, അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? തന്റെ പ്രവൃത്തി ദോഷവും
സഹോദരൻ്റെത് നീതിയും ഉള്ളതാകൊണ്ടത്രേ. ഇതാണ് അതെ. ചോദ്യം. അതെ, നമുക്ക് ഈ ഒരുപാട് ആശയക്കുഴപ്പം ഉള്ള ഒരു ചോദ്യമാണത്. നമ്പർ 1, ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ എന്ന് ഈ മുസ്ലിങ്ങളുടെ ഒരു പ്രയോഗമുണ്ട്. Allah has decided. We can't change it. Nobody can change. It is Allah's decision. Nobody can change it. ആർക്കും അങ്ങനെ ചേഞ്ച് ചെയ്യാം, അതിന് ചേഞ്ച് ചെയ്യാൻ കഴിയത്തില്ല. ഇതിങ്ങനെ അറിയാതെ പറഞ്ഞ് കേട്ട് വന്ന നമ്മുടെ ക്രിസ്ത്യാനികളും ദൈവനിശ്ചയം എന്ത് ചെയ്യാൻ പറ്റും? ചെല്ലുവരെ എടാ നിന്റെ തലേ വരാ, നിന്റെ തലേ വരാ, നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റത്തില്ല. ഇവിടെ തെറ്റായ ഒരു ഐഡിയ, വളരെ തെറ്റായ ഒരു ആശയം പ്രചരിച്ചു. ആ വളരെ തെറ്റായ ആശയത്തിന്റെ കാര്യം പ്രീ ഡിറ്റർമിനേഷൻ എന്നാണ്. ദൈവം ഇത് മുഴുവൻ ഡിറ്റർമിൻ ചെയ്തു, തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പൊ എനിക്ക് മാറ്റാൻ കഴിയത്തില്ല. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് കള്ളനായത്, കള്ളുകുടിയനായത്, ദുഷ്ടനായത്, വ്യഭിചാരിയായത്, മോഷ്ടാവായത്, കൊലപാതകനായത്? അങ്ങനെ ഞാൻ ആകണമെന്ന് ദൈവം പണ്ട് തീരുമാനിച്ച് അങ്ങനെ വരച്ചു വിട്ടിരിക്കുകയാണെന്ന് അല്ലേ? അങ്ങനെ വരച്ചു വിടുന്ന ഒരു ദൈവം അല്ല ബൈബിളിലെ ദൈവം അല്ല. നിങ്ങളാരും ദുഷ്ടനാകാൻ ദൈവം തീരുമാനിച്ചിട്ടില്ല. പ്രീ ഡിറ്റർമിനേഷൻ എന്നുള്ളത് ദൈവത്തിന് ഇല്ല. നോ. എന്തുകൊണ്ടില്ല? കാരണം God is also a God who judges you in the end. നിന്നെ ന്യായം വിധിക്കുന്ന ആളാണ്. ഞാനിപ്പം ഒരു ന്യായാധിപൻ വന്നിരിക്കട്ടെ, ഒരുത്തനോട് ഞാൻ വേണ അവിടുന്ന് ഒരു കോലം തേങ്ങ മൂട്ടിച്ചോണ്ട് തരാൻ. ഇവൻ തേങ്ങ മൂട്ടിക്കാൻ തേങ്ങ കയറി, അതിൻ്റെ ഉടമസ്ഥൻ പിടിച്ചു. കേസ് കോടതി വന്നു. കേസ് കോടതി വന്നപ്പം നീ അവന്റെ തേങ്ങ മൂട്ടിച്ചിരിക്കുന്നു, അത് തെറ്റാണ്. അപ്പൊ അവൻ പറയും, നീ പറഞ്ഞിട്ടല്ലയോ, അല്ല എന്റെ ഇഷ്ടത്തിന് ചെയ്തതല്ലല്ലോ. നീ എന്റെ മുതലാളിയാണ്, ന്യായാധിപനാണ്, വലിയ ആളാണ്. നീ തേങ്ങ മൂട്ടിക്കാൻ പറഞ്ഞു, എനിക്ക് തേങ്ങ മൂട്ടിച്ചല്ലോ ഒക്കത്തല്ലോ, എന്റെ തീരുമാനമല്ലല്ലോ. അവിടെ ന്യായാധിപൻ അല്ലാതെ ആകും. ന്യായാധിപൻ അല്ലാതെ ആകുന്നു. അവന് ന്യായാധിപനാകാനുള്ള റൈറ്റ് അവിടെ നഷ്ടമാകുന്നു. ക്ലിയർ എനഫ്? ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു. നീതിയുള്ള ന്യായാധിപതി. ദൈവത്തിന്റെ കൂടെ നീക്കുക. ദൈവം പറയുന്നത്, ബാബു ജോൺ, നീ ഇന്ന തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ശിക്ഷാർഹനാണ്. മറുപടി, അല്ലയോ യജമാനെ, അങ്ങല്ലയോ അത് തീരുമാനിച്ചു ഞാൻ എൻ്റെ അടുത്ത് ഇന്ന ചെയ്യണമെന്ന്? എനിക്കത് മാറ്റാൻ പറ്റുമോ? അങ്ങയുടെ വലിയ വിധികൾ മാറ്റാൻ എനിക്ക് പറ്റത്തില്ലല്ലോ. അപ്പൊ ദൈവം എൻ്റെ മുമ്പാകെ കുറ്റക്കാരൻ അല്ലെങ്കിൽ അനീതിയുള്ള ദൈവമായി. ദൈവം അനീതിയുള്ള ന്യായാധിപതിയല്ല. എന്തില്ല? പ്രീ ഡിറ്റർമിനേഷൻ ഇല്ല. രണ്ടാമത് പ്രീ ഡെസ്റ്റിനേഷൻ ഉണ്ട്. പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ എവിടെ ചെന്ന് അവസാനിക്കണമെന്ന് ആ ഫൈനൽ പോയിന്റ് ഫിക്സ് ചെയ്ത് വെക്കുക. ഫൈനൽ പോയിന്റ്. രണ്ട് ഡെസ്റ്റിനേഷനാണ് മനുഷ്യന്റെ മുമ്പിലുള്ളത്. ദൈവം ആഗ്രഹിക്കുന്ന ഡെസ്റ്റിനേഷൻ സ്വർഗം. സാത്താന് വേണ്ടിയുള്ള ഡെസ്റ്റിനേഷൻ നരകം. ദൈവഹിതപ്രകാരം ജീവിച്ചാൽ എൻ്റെ ഡെസ്റ്റിനി സ്വർഗമാണ്. ഞാനത് തീരുമാനിച്ചത്.
അല്ല, സാത്താൻ പറഞ്ഞ അനുസരിച്ച് ജീവിച്ചാലോ എൻ്റെ ഡെസ്റ്റിനി നരകം. ആരാ തീരുമാനിച്ചത്? ഞാനാ തീരുമാനിച്ചത്. ഇത് രണ്ടും ഞാനാ തീരുമാനിച്ചത്, ദൈവമല്ല. ഇനി ഫോർ നോളജ്. ഫോർ നോളജ് ഈസ് സംതിങ് വെരി വെരി ആർബിട്രറി. ആ ഫോർ നോളജ് എന്നുള്ള വിഷയം സാധാരണ ഞാൻ പബ്ലിക്കായിട്ട് പ്രസംഗിക്കാറുമില്ല, സംസാരിക്കാറുമില്ല, ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ പറയാറുമില്ല. കാര്യം അത് വെറുതെ ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കും. അതിൻ്റെ ഒരു ഭാഗം മാത്രം ഞാൻ പറയാം. ദൈവത്തിൻ്റെ ഇറ്റേണൽ വിഷ്ഡത്തിൽ God sees the end in the beginning. The end in the beginning. അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നതിനുമായ പുരുഷനെ ഞാൻ കടാക്ഷിക്കും. ആർ എൻ്റെ മന്ദിരം പണിയും? യെശയ്യാപ്രവചനം 66-ാമത്തെ പുസ്തകം ചോദിക്കുക, Who shall do my work? എൻ്റെ വേല, സുവിശേഷ വേല ആര് ചെയ്യും? ദൈവം തന്നെ ചിലരെ സുവിശേഷ വേലയ്ക്ക് വിളിക്കുകയും വേറെ ചിലരെ വിളിക്കാതിരിക്കുകയും ചെയ്തത്. കാരണം ചിലര് ബൈ നേച്ചർ അരിഷ്ടൻ, മനസ്സ് തകർന്നവൻ, ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ വിറയ്ക്കുന്നവൻ. അത് അവന്റെ സ്വഭാവം, അവന്റെ ഇൻഹറന്റായ സ്വഭാവം. ആരും കൊടുത്തതല്ല, അവന് ഡെവലപ്പ് ചെയ്ത സ്വഭാവം. അവനെ വിളിച്ചാൽ അവൻ എൻ്റെ വേല ചെയ്യും. ആര് ചെയ്യത്തില്ല? ഈ കാറ്റഗറിയിൽ വരാത്തവൻ ചെയ്യത്തില്ല, അല്ലേ? അപ്പം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ വിറയ്ക്കുക. My goodness God, I never knew it. I didn't obey it. I want to obey it now. വിറയലോടെ ദൈവവചനത്തെ സമീപിക്കുന്നവൻ. ആര് ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ വിറയ്ക്കുന്നു, അത് ദൈവത്തിന് അറിയാം. ഫോർ നോളജ്. അവനെ ദൈവം തന്റെ വേലയ്ക്ക് വിളിക്കും. മറ്റൊരുത്തിനെ വിളിച്ചാലോ അവൻ പരിഹാസിയാണ്. അവൻ പരിഹാസിയാണ്, അവനെ ചെയ്യത്തില്ല. ഇനിയും അവനത് വെച്ച് മതിയാക്കി വിറയലോടെ ദൈവജനത്തേക്ക് തിരിഞ്ഞാലോ God gives us the chance. ദൈവത്തിന്റെ ഫോർ നോളജ് ദൈവത്തിന് അറിയാം ആരെന്ത് ചെയ്യും, ആരെന്ത് ചെയ്യത്തില്ല. അത് ദൈവം തീരുമാനിച്ച് കൽപ്പിച്ചു വെച്ചിരിക്കുന്നത് അവന്റെ മണ്ടയ്ക്ക്. നീ കള്ളനാകണം ദൈവം അവന്റെ നെറ്റിക്ക് എഴുതി വെച്ചിട്ടില്ല. പക്ഷെ അവന്റെ പോക്കനുസരിച്ച് അവൻ അതേ ചെയ്യത്തുള്ളൂ, ദൈവത്തിന് അറിയാം. ഇപ്പം കായിന്റെയും ഹാബേലിന്റെയും വിഷയമാണ് നമ്മളെടുത്തത്. കായിന്റെ ഹാബേലിന്റെ വിഷയമാണ് നമ്മളെടുത്തത്. അവിടെ കായീൻ ദൈവം അവനെ ശപിക്കുകയോ പിരാകുകയോ ഒന്നും ചെയ്തില്ല. ദോഷമായിട്ടൊരു വാക്കുപോലും ദൈവനോട് പറഞ്ഞില്ല. God was not pleased in him and hence he sacrificed. അവനിൽ പ്രസാദിച്ചില്ല, അവന്റെ ആറ്റിറ്റ്യൂഡ് മോശമായിരുന്നു, അതുകൊണ്ട് പ്രസാദിച്ചില്ല. പക്ഷെ ദൈവം അവന് വാണിംഗ് കൊടുത്തു, നോക്കേ നിനക്ക് ഇനിയും നല്ലത് ചെയ്യാൻ അവസരമുണ്ട്, ഞാൻ നിന്നിൽ പ്രസാദിക്കുമല്ലോ. അല്ല, നീ നന്മ ചെയ്യുന്നില്ലെങ്കിൽ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ ജയിക്കണം. അപ്പം ദൈവത്തിന്റെ ഫോർ നോളജ് ആര് ജയിക്കും, ആര് ജയിക്കത്തില്ലെന്നറിയാം, ആര് ചെയ്യും, ആര് ചെയ്യത്തില്ലെന്നറിയാം. ഫോർ നോളജ്. പ്രീ ഡെസ്റ്റിനേഷൻ, നമ്മുടെ ഡെസ്റ്റിനി നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു. ചോയ്സോ നമ്മുടെ ഫ്രീഡം ഓഫ് ചോയ്സ്. നന്നാകണമോ നശിക്കണോ നമുക്ക് തീരുമാനിക്കാം. പ്രിഡിറ്റർമിനേഷൻ നോ, ഇല്ല. പ്രിഡിറ്റർമിനേഷൻ എവിടം വരെ ഉള്ളൂ? നന്മ ചെയ്താൽ നീ നന്മ പ്രാപിക്കും, തിന്മ ചെയ്താൽ തിന്മ ലഭിക്കും. അത്രയും മാത്രമേ പ്രിഡിറ്റർമിനേഷനിലുള്ളൂ. That's it, mom. Yes. Okay, thank you very much, sir. No problem. ഒരു ചോദ്യം കൂടെ ചോദിക്കുന്നു. പിന്നെ അല്ലാതെ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 56-ാം വാക്യത്തിൽ
ഇതുപോലെ പറയുന്നു, നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു. അവൻ കണ്ട് സന്തോഷിച്ചുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. എന്റെ ദിവസം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ത് ഉദ്ദേശിച്ചാണ്? ആ ദിവസം അങ്ങനെ അബ്രഹാം പിതാവിന് കാണുവാൻ സാധിക്കുമോ? That's a very, very, very difficult question. Very hard to answer. എനിക്ക് ഏറെ വർഷങ്ങൾ എന്നെ ആശയക്കുഴപ്പങ്ങൾക്ക് തന്നെ ഇട്ട ഒരു ചോദ്യമാണിത്, ഒരു സംഭവമാണിത്. നമ്മുടെ ജീവിതത്തിലെ ആരോടും പറയാൻ, ഷെയർ ചെയ്യാൻ കഴിയാത്ത ഭയങ്കര സ്ട്രെസ്ഫുൾ ആയ ചില മൊമെന്റ്സ് ഉണ്ട്. അതിഭയങ്കരമായ മാനസിക സംഘർഷങ്ങളുടെ മൊമെന്റ്സ് ഉണ്ട്, സംഘർഷങ്ങളാണ്. ഇത്തരം സംഘർഷങ്ങളായ മൊമെന്റിൽ കൂടെ മനുഷ്യൻ കടന്നു പോകുന്ന ദൈവത്തിന് നല്ലോണം അറിയാം. അത്തരം മൊമെന്റിൽ ദൈവം ഒരു ഡബിൾ കോൾ കൊണ്ട് അവരെ വിളിക്കും. ഡബിൾ കോൾ. അബ്രഹാമേ, അബ്രഹാമേ. അല്ലേ? മാർത്തേ, മാർത്തേ. 2 പ്രാവശ്യം. എന്തിന്റെ ഈ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയ മാനസിക സംഘർഷങ്ങളുടെ മൊമെന്റ്സ് ദൈവം അനുവദിക്കുന്നത്? അതിഭയങ്കര മാനസികമായ സംഘർഷങ്ങളുടെ അകത്ത് മാത്രമേ റെയറസ്റ്റ് ആയ ഡിവൈൻ റെവലേഷൻസ് ഉണ്ടാകുള്ളൂ. റെയറസ്റ്റ് ആയ ഡിവൈൻ റെവലേഷൻ അത് തീവ്രമായ മാനസിക സംഘർഷങ്ങളിൽ കിട്ടത്തുള്ളൂ. വയസ്സാങ്കാലത്തുണ്ടായ മോനെ ഭാര്യയോട് പറഞ്ഞ് ഒരവസാനം കെട്ടിപ്പിടിച്ചൊരു ഉമ്മ പോലും കൊടുക്കാതെ കൊല്ലാൻ കൊണ്ടുവന്നു എൻ്റെ അപ്പൻ്റെ മാനസിക സംഘർഷങ്ങൾ അല്ലേ? ഈ മാനസിക സംഘർഷങ്ങളെ പറ്റി മോശയ്ക്ക് എഴുതാൻ കഴിഞ്ഞില്ല. എഴുതിയ മോശ കാര്യം വെളിപ്പെടുത്തി കൊടുത്തില്ല. ദൈവം വെളിപ്പെടുത്തി കൊടുക്കണം, അല്ലാതെ മോശയ്ക്ക് എഴുതാൻ പറ്റത്തില്ല. ഈ മാനസിക സംഘർഷം അറിയാവുന്ന അബ്രഹാം കഴിഞ്ഞാൽ ഒരാളേ ഉള്ളൂ, ദൈവമാ. ദൈവമാ. ഈ ഒറ്റയ്ക്ക് മോനെയും കൊണ്ട് കൊല്ലാൻ കൊണ്ടുപോകുമ്പോ അബ്രഹാം എന്തുവാ കണ്ടത്? മൈ ഡേ, എന്റെ ദിവസം. ഏത് ദിവസം? വിശുദ്ധന്മാര് അവരുടെ പ്രവൃത്തികൾക്കൊത്ത പ്രതിഫലം മേടിക്കാൻ വേണ്ടി നിൽക്കുന്ന ദിവസം. ആ പ്രതിഫലം മേടിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ ഈ ക്രിക്കറ്റ് കളി മാച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിന്റെ ഹൈലൈറ്റ്സ് കാണത്തില്ലേ? അല്ലേ? ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഹൈലൈറ്റ്സ് മുഴുവൻ അവിടെ എടുക്കും. നമ്മള് ചിക്കൻ പൊരിച്ച് തിന്നതും മീൻ കറി വെച്ചതൊന്നും അവിടെ എടുക്കത്തില്ല. പക്ഷെ കടന്നുപോയി അഗാധമായ മാനസിക സംഘർഷങ്ങളുടെ ഹൈലൈറ്റ്സ് മുഴുവൻ അവിടെ എടുക്കും. അബ്രഹാം മനസ്സിലാക്കുക, എൻ്റെ ഈ മാനസിക സംഘർഷം ഇത് അന്ന് അവിടെ എടുക്കും, കാണിക്കും. എന്തിനു വേണ്ടി? പ്രതിഫലം തരാൻ. പ്രതിഫലം തരാൻ ദൈവം അത് എടുക്കും. ഈ കടന്നു പോകുന്ന മാനസിക സംഘർഷങ്ങൾക്ക് എനിക്കൊരു പ്രതിഫലമുണ്ട്. ആ ദിവസം കണ്ടപ്പോ when he saw that day, he decided, no problem, I can offer my son as a sacrifice. നഷ്ടമല്ല. അപ്പം ഈ പോകുന്ന പോക്കൻ അബ്രഹാമിന് മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഒന്നാമത്തെ കാര്യം, ഈ ചാരത്തിൽ നിന്ന് ഞാൻ എൻ്റെ മോനെ കൊണ്ട് തിരിച്ചു പോകും. അത് ഓൾറെഡി പറഞ്ഞു ദാസന്മാർ. എന്താ പറഞ്ഞു? ഞാനും മകനും അവിടത്തോളം പോയി യാഗം കഴിച്ചിട്ട് ഞാൻ വരും, ഇവന്റെ കാര്യം കഷ്ടമുണ്ട്, അവസാനം ഇവനോടൊരു കെട്ടിപ്പിടിച്ചൊരു ഉമ്മയെ കൊടുത്തേക്കാൻ പറഞ്ഞോ? ഞാനും മോനും തിരിച്ചു വരുമ്പോ എവിടുന്ന് വരും? മോനെ എവിടുന്ന് വരും?
ചാരത്തിന് തിരിച്ചു വരും. അതാ മനസ്സിലെ ഒന്നാമത്തെ ചിന്ത. ഒന്നാമത്തെ സംഘർഷം അതാ. രണ്ടാമത്തെ സംഘർഷം ഈ മൊമെന്റിന്റെ ഒരു ഡിസ്പ്ലേ ഉണ്ട് സ്വർഗത്തിൽ പ്രതിഫലം കൊടുക്കാനായിട്ട്. എന്തിനാ ഈ മനുഷ്യനെ വിശ്വാസികളുടെ പിതാവെന്ന് വിളിച്ചതാ? അപ്പുറത്തെ ചോദ്യമുണ്ട് സാത്താൻ. എന്തിനാ ഈ മനുഷ്യനെ വിശ്വാസികളുടെ പിതാവെന്ന് വിളിച്ചതാ? ഈ മനുഷ്യനെ ഇത്രയും ഉയർത്താൻ കാര്യമെന്താ? ഇത്രയും വലിയവനാക്കാൻ കാര്യമെന്താ? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? അപ്പം ദൈവത്തിന് സാത്താന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കണം, നീ അവന്റെ മാനസിക സംഘർഷം കണ്ടോ? ഈ മാനസിക സംഘർഷങ്ങളോട് കടന്നുപോയാണ് അവൻ ഈ കാര്യം ചെയ്തത്. That's the second thing. And the third thing, അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോ നോക്കണേ, ഒരു കാര്യം തീരുമാനിച്ചു. ദൈവം ശില്പിയായി നിർമ്മിക്കുന്ന അടിസ്ഥാനങ്ങളുള്ള വേറൊരു നഗരമുണ്ട്. ദൈവം തന്നെ ശില്പിയായി നിർമ്മിക്കുന്നത്. ഈ കനാൻ ദേശത്ത് ഒരു പട്ടണം പണിയുന്നതിന് എത്ര പൈസ വേണോ അതിന്റെ 100 ഇരട്ടി പൈസ അബ്രഹാമിന്റെ ഉണ്ട്. കനാൻ ദേശത്ത് ഒരു വലിയ പട്ടണം പണിത്, നല്ല വീട് പണിത്, അതിനകത്ത് സുരക്ഷിതനായിട്ട് ജീവിക്കുന്നതിന് എത്ര കാശ് വേണം അതിന്റെ 100 ഇരട്ടി പണം അബ്രഹാമിന്റെ ഉണ്ട്. എന്നിട്ടും വാഗ്ദത്ത ദേശത്ത് അന്യദേശത്ത് എന്നപോലെ പാർത്ത് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ അബ്രഹാം, ഇസ്ഹാക്കിനോടും കൂടി കൂടാരങ്ങളിൽ പാർത്തിട്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുടെ നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. അപ്പം അബ്രഹാം ദൈവത്തിന്റെ ദിവസം കണ്ടത് എപ്പോഴാ? മകനെയും കൊണ്ട് മൊറിയാമല കയറിയപ്പോ അല്ലേ? ഇനി ഒരു കൺഫർമേഷൻ അവിടെ നിന്ന് കിട്ടി. എന്നറിയാമോ? അന്ന് കത്തി താഴാൻ അനുവദിച്ചില്ല മകന്റെ കഴുത്തേലോട്ട്. വേണ്ട, ഞാനൊരു ആടിനെ കൊണ്ടുവന്നിട്ടുള്ളത് പറഞ്ഞു അല്ലേ? ആ വർഷം അത് കഴിഞ്ഞ് 2000 years കഴിഞ്ഞപ്പോ ദൈവത്തിന്റെ ഓമനകുമാരൻ അവിടെ വന്നു. ദൈവക്രോധത്തിന്റെ കത്തി പുത്രന്റെ കഴുത്തിൽ വീണപ്പോൾ തടഞ്ഞില്ല. തടഞ്ഞില്ല. ദൈവം ഒരു മകനെ ഒരുക്കി. ആ മകനെ ദൈവം അവിടെ അറുത്തു. ആ മകനെ അംഗീകരിക്കത്തോളം കാലം ഒരുപാട് മക്കളെ നമ്മൾ കുരുതി കൊടുത്തുകൊണ്ടിരിക്കും. ആ പുത്രനെ അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇസ്ലാമിക് ലോകത്തിന് അവർ ഒരുപാട് കുഞ്ഞുങ്ങളെ ഇന്നും ബലി കഴിക്കേണ്ടി വരുന്നത് സമാധാനത്തിന് വേണ്ടി. ദാറ്റ് ഈസ് മൈ ആൻസർ. അന്നാണ് അബ്രഹാം എന്റെ ദിവസം കാണും. ഇത് ഒരു പ്രവാചകനും അറിയത്തില്ലായിരുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് മാത്രമേ അറിയത്തുള്ളായിരുന്നു. അവളുടെ കർത്താവ് ആ കാര്യം പറഞ്ഞു. കർത്താവ് ആ കാര്യം പറഞ്ഞില്ലായിരുന്നു നമുക്ക് ആർക്കും ഇത് മനസ്സിലാക്കാൻ പറ്റത്തില്ലായിരുന്നു. മനസ്സിലാക്കും. അതെ അതെ, വളരെ ഗഹനമായിട്ടുള്ള ഒരു വിശദീകരണം. താങ്ക് യു വെരി മച്ച് സർ. ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. തുടർന്ന് നിങ്ങളുടെ ചോദ്യങ്ങൾ കമന്റ് ബോക്സിലോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ വോയിസ് മെസ്സേജ് ആയിട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അറിയിക്കാവുന്നതാണ്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു വൺസ് അഗൈൻ. Thank you. Bye.